പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സൂചിച്ച് ആരാധിച്ച് മഹത്വത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിനം ദാനമായി നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. നിൻ്റെ കൃപയും കാരുണ്യവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നേ ദിനം തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് അങ്ങ് ദേവാലയത്തിലായിരിക്കുമ്പോൾ ബഹിഷ്കരിച്ച മനുഷ്യനെക്കുറിച്ച് ഞങ്ങൾ ഓർക്കും. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്ന ആ മനുഷ്യനെ നിശബ്ദനായി പുറത്തു പോകുവാനായിട്ട് ആവശ്യപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ സകല തിന്മകളെയും ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്നേ ദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകിയതിനെ ഓർത്ത നന്ദി പറഞ്ഞ് ഞാൻ അങ്ങയെ സൂചിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തും. നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയാനും നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത നന്ദി പറയും. ഇന്നേ ദിവസം ഞങ്ങൾ പ്രത്യേകമായി ശാരീരികമായി ബലഹീനതയുള്ളവരെയും വൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കും. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിച്ച് സൂചിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപകളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആവശ്യമായ കൃപകൾ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണാപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും സുഖമായ നിദ്ര നൽകി കാത്തുകൊള്ളുകയും ചെയ്യണം. നിൻ്റെ കൃപകളാൽ തന്നെ എല്ലാ തിന്മയുടെ ശക്തിയിലെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണം. ഈശോ നന്ദി, ഈശോ സ്തുതി, ഈശോ ആരാധന.